അവൾ ബാരുന്നുണ്ട്. നോയോ അവിടെ ഇരിക്കണം കേട്ടോ. കണ്ണടച്ചിരിക്കുന്നേ, അങ്ങോട്ട് തിരിഞ്ഞിരി, കണ്ണടച്ച് തല തെറിച്ചടിച്ച്. അപ്പോൾ ബാക്കി വിശേഷങ്ങളോടൊക്കെ മുമ്പ് ഒരു ഐറ്റം കാണിക്കാൻ പറ്റുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. കാരണം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തോന്നിയ ഐറ്റം നിങ്ങളോടൊന്ന് ജസ്റ്റ് കാണിക്കുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഒരു വാക്വം ക്ലീനർ ഉപയോഗിച്ച് വരുന്നു. ഇന്നുവരെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഒരു 9,000 അടുത്തൊരായിട്ടുള്ളതാണ്. നമ്മൾ കടയൊക്കെ തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് മേടിച്ചതാണ്. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് വാക്വം ക്ലീനർ. വീട്ടിലാണെങ്കിലും ഇപ്പം ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് വേണ്ടതാണ്. കാരണം നമുക്ക് എല്ലാ മൂലയിലും പോയി നമുക്ക് തൂത്തെടുക്കുക എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് വാക്വം ക്ലീനർ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം നമ്മൾ പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വാക്വം ക്ലീനറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പൊടി വലിച്ചെടുക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വാക്വം ക്ലീനർ അതാണ് അതിന്റെ ഉദ്ദേശം. എങ്കിലും നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വാക്വം ക്ലീനറിലോട്ട് പോയപ്പോഴത്തേക്കും കണ്ടെത്താൻ പറ്റിയാണ് അഗ്വാരോയുടെ ഏസ് എന്ന് പറയുന്ന ഒരു മോഡലിൽ വരുന്ന വെറ്റ് ആൻഡ് ഡ്രൈ വാക്വം ക്ലീനർ. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെളി വെള്ളം ഉൾപ്പെടെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും. അതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പൊടി പുറത്തോട്ട് നമുക്ക് പറപ്പിച്ച് കളയാനായിട്ടൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ മുക്കിലും മൂലയിലും ഉള്ള പൊടിയെല്ലാം നമുക്ക് വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ തരുന്നതാണ് അഗാരോയുടെ ഈ ഒരു ബ്രാൻഡിൽ വരുന്ന ഏസ് എന്ന് പറയുന്ന വാക്വം ക്ലീനർ. നേരത്തെ ആ വാക്വം ക്ലീനർ മേടിച്ച ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മേടിച്ചത്. പിന്നെ ഇവർ 1 വർഷം വാറണ്ടി നമുക്ക് ഓൾറെഡി തരുന്നുണ്ട്. ഇത് മേടിക്കുമ്പോൾ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി, അതായത് ഇതിൻ്റെ കൂടെ ഒരു കാർഡ് തരുന്നുണ്ട്. നമുക്ക് വാറണ്ടി വേണമെങ്കിൽ 6 മാസം കൂടെ ഇത് കഴിയുമ്പോൾ 1 ഇയർ കഴിയുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള അവരുടെ വെബ്സൈറ്റിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് ആണ് ഞാൻ ഈ ഒരു സാധനം പൊട്ടിച്ചപ്പോഴത്തേക്കും കിട്ടിയത്. അപ്പോൾ ഇതിന്റെ ഐറ്റംസ്, ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബാക്കി കാര്യങ്ങളും ഏതൊക്കെ ബ്രഷ് ഏതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, വെള്ളം വലിച്ചെടുക്കാനൊക്കെ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ മൊത്തം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം കേട്ടോ. ഇതൊരു സിലിണ്ടറിക്കൽ ഡിസൈൻ ആണ്. അതുപോലെ തന്നെ 360 ഡിഗ്രിയിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യുന്ന രീതിയിലാണ് വീല് കൊടുത്തേക്കുന്നത്. ഒരു ഫ്ലെക്സിബിൾ ഹോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കൂടാതെ ടെലിസ്കോപ്പിക്ക് നമുക്ക് പൈപ്പ് കൊടുത്തിട്ടുണ്ട് എക്സ്റ്റൻഡ് ആയിട്ട്. നമുക്ക് അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അതുകൊണ്ട് തുരുമ്പൊന്നും പിടിക്കാല്ല കേട്ടോ. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഹോസ് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു ബ്രഷാണ് കേട്ടോ നമ്മൾ വാട്ടർ സെക്ഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. നല്ല ലെന്തിൽ പവർ വയറും ഉണ്ട് കേട്ടോ. വെള്ളമൊന്നും കയറാത്ത രീതിയിലാണ് കേട്ടോ പവർ സ്വിച്ച് വന്നത്. ചെളി പെട്ടെന്ന് വലിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അഴിച്ചു നോക്കാവേ. ഈസി ആയിട്ട് അഴിച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല പവറുള്ള മോട്ടറാണ്. ഈ ഒരു വൈറ്റ് സെക്ഷൻ്റെ താഴെയാണ് കേട്ടോ ചെളി അടങ്ങി പോയി കിടക്കുന്നത്. നല്ല പവറാണ് കേട്ടോ മെഷീന്. അപ്പം നമുക്ക് നോക്കാം എന്തേലും ചെളി വന്നിട്ടുണ്ടെന്ന്. ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തുരുമ്പെടുക്കും എന്നുള്ള പേടിയും വേണ്ട കേട്ടോ. ഇത് ക്രിവൈസ് നോസിലാണ് കേട്ടോ. അതായത് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ അറ്റത്തൊക്കെ ഇരിക്കുന്ന പൊടിയിലെ ഈ നമ്മുടെ കോർണറിലൊക്കെ ഇരിക്കുന്ന പൊടി നല്ലപോലെ വലിച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് ഫ്ലോർ കം കാർപ്പറ്റ് ബ്രഷ് ആണ് കേട്ടോ. അതായത് നമുക്ക് ഫ്ലോറിലും അതേപോലെ തന്നെ മാറ്റിലും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ബ്രഷാണ് കേട്ടോ. മാറ്റിൽ ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ പ്രസ് ചെയ്തിട്ട് ഉപയോഗിക്കണം കേട്ടോ. ഇത് മൾട്ടിപർപ്പസ് ബ്രഷ് ആണ് കേട്ടോ. അതായത് നമുക്ക് കണ്ണ് വെച്ച് കാണാനായിട്ട് പറ്റാത്ത ലൊക്കേഷനിൽ ഇരിക്കുന്നത്, കീബോർഡിനകത്തിരിക്കുന്നതും അതേപോലെ നമ്മുടെ വീട്ടിലെ സോഫയിൽ ഇരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പൊടിയുള്ളത്. അത് വലിക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷനാണ് നമുക്ക് പുറത്തോട്ട് പൊടി അടിച്ച് കളയുക എന്നൊരു ഓപ്ഷൻ. അതായത് നമുക്ക് ജനലിലൊക്കെ പൊടി ഇരുന്നിട്ട് നമുക്ക് അകത്തോട്ട് തന്നെ എപ്പോഴും വരും. നമുക്കത് പുറത്തോട്ട് കളയുകയാണ് വേണ്ടത്. അപ്പം ഇങ്ങനെ നമുക്ക് ബ്രഷ് വെച്ച് ഉപയോഗിച്ച് പുറത്തോട്ട് കളയാനായിട്ട് സാധിക്കും. അത് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി കേട്ടോ. ഇതിന്റെ സെക്ഷൻ പവർ എന്ന് പറയുന്നത് 21.5 kPa ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല പവർ ഉണ്ട്. പിന്നെ ഇതിന്റെ ടാങ്കിന് കപ്പാസിറ്റി വരുന്നത് 21 ലിറ്റർ ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലപോലെ ക്ലീൻ ആക്കാനായിട്ടും സ്റ്റോർ ചെയ്യാനായിട്ടും അതിനുശേഷം നമുക്ക് എടുത്ത് ക്ലീൻ ആക്കി വെക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേടിക്കാനായിട്ടുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ പോയി മേടിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളോടെ കണ്ടോ, ആരെങ്കിലും കണ്ടാന്ന് ലച്ചുക്കുട്ടനെ? ഇതാണ് ലച്ചുക്കുട്ടൻ, ഇതാണ് ലച്ചുക്കുട്ടൻ. ഒരു വേളയല്ല കണ്ടില്ല ഞാൻ ലച്ചുക്കുട്ടൻ. എന്ത് ചെയ്യണാവോ? അയ്യോ എവിടെ പോയി? ലക്ഷ്മി, ലക്ഷ്മി മോളെ, ലക്ഷ്മി മോളെ, ലക്ഷ്മി മോളെ, എവിടെയാ ലക്ഷ്മി മോളെ? എവിടെയാ ലക്ഷ്മി മോള്? എവിടെയാ ലക്ഷ്മി മോളെ? കാണുന്നേ ഇല്ല അമ്മ. എവിടെ? അയ്യോ ഇതാണോ ലക്ഷ്മി മോള്? ഐഷി എന്തി? ഐഷി വരുന്നുണ്ടോ? ഐഷി ഒന്ന് വിളിച്ച് വരുന്നുണ്ടോ നോക്കട്ടെ. ഐഷേ
വിളിക്കും മുറുക്കെ. നോയോ അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോ ഇല്ല നോ കേട്ടോ. ആ മുടിയൊന്ന് കാണിച്ചു കൊടുത്തേ കെട്ടിയേ. ഇതാരെ മുടിയൊന്ന് കെട്ടി തന്നേ? ഏതമ്മ കെട്ടി തന്നേ? കുഞ്ചുമ്മയാണോ അമ്മായിയാണോ കെട്ടി തന്നേ? കുഞ്ചു ആണോ? ആഴ്ചയേന്ന് വിളിക്കേ. പപ്പാമതി എന്ന് വിളിച്ചേ. പപ്പാമതി വിളിക്കേ. എമ്പാ വരും എന്നാന്നറിയാമോ? ആമിച്ചൻ വരുന്ന വണ്ടിയുടെ സൗണ്ട് പോലെ സൗണ്ട് കേൾക്കും. അപ്പം നമ്മൾ പേടിപ്പിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കാൻ പറയുന്നതാണ്. ഓ ആ വരുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ വണ്ടിയുടെ സൗണ്ടാണോ കേട്ടെ? ആണോ? എൻ്റെ മിക്കിയാണേ. ആ പിന്നെ എൻ്റെ മിക്കിയോ? പിന്നെ അപ്പോൾ എനിക്ക് വാങ്ങിച്ചൊന്ന് മിക്കിയോ? എൻ്റെ മാത്രം മിക്കുക. ഓ പിന്നെ ഓ പറയുന്നില്ല. എൻ്റെ മിക്കുക. എൻ്റെ ആരാ മിക്കുക? ആണോ മിക്കിയതേ? ആണോ? അല്ല എൻ്റെ പൊന്നു മിക്കുക. ആണോ? മിക്കിയുടെ കൂട്ടുകാരി ആരാ? മിക്കിയുടെ പൊന്നാരാ? ആമിച്ചൻ്റെ കുഞ്ഞിലത്തെ ഉടുപ്പായിട്ടേക്കുന്നത്. ആമിച്ചൻ്റെ 1.5 വയസ്സിൽ ഉടുപ്പായിട്ടേക്കുന്നത്. സാറ്റ് കളിക്കാം. അന്നേ എണ്ണ അമ്മ ഒളിച്ചിരിക്കാവേ. ആ അവിടെ ഉണ്ട്. ആ 1 2 3 4 5 6 7 8 9. ആ 10 5 സാറ്റേ. സാറ്റ് വെക്കൊടുക്കള്ള സാറ്റേ. സാറ്റേ ഞാൻ പാത്തേ. എന്നെ കണ്ടുപിടിക്കണേ. ഞാൻ പാത്തേ. സാറ്റ് വെക്കണേ. ആ ഓക്കെ ശരി. സാറ്റേ കുഞ്ഞു സാറ്റേന്ന് പറയണം. ഞാൻ പാത്തിരിക്കുമല്ലോ. എന്നെ കണ്ടുപിടിക്കുന്നില്ലല്ലോ. ആ പാത്ത് കണ്ടുപിടിച്ചോ ഒരു കള്ളി പറയാം. എല്ലാം ഇന്ന് വീട്ടിൽ പറഞ്ഞേ. വിഴിപ്പിച്ച് പറയാൻ അറിയത്തില്ലല്ലോ. ചാറ്റേ. ആ ഞാൻ എണ്ണാൻ പോണേ. ഇവിടെ ഞങ്ങൾ പാത്തിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഈ കഥേൻ്റെ മറയത്താണ് കാണുന്നത്. 1 2 3 4 5 6 7 8 9 10. ചിക്കൂട്ടനെ കണ്ടായിരുന്നു ആരെങ്കിലും? ചാറ്റേ ചിക്കൂട്ട ചാറ്റേ ചാറ്റേ. ഞാൻ എണ്ണത്തില്ല. ഞാൻ മിക്കിയുടെ അടുത്ത് പോവാ. എൻ്റെ പൊന്നിൻ്റെ അടുത്ത് പോവാ. മിക്കിയെ വിളിച്ചോണ്ട് മിക്കി നീ കൂടെ സാറ്റ് കളിച്ചോ. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു വിളിച്ചോണ്ട് മിക്കിയെ വിളിച്ചോണ്ട് വരട്ടെ. ഓക്കെ മിക്കിയായിട്ട് സാറ്റ് കളിച്ചോ. ഓക്കെ ഓക്കെ എങ്കിൽ ഓക്കെ ഡണ്ണടിക്കുക. ഓക്കെ ഓക്കെ അടിക്കതാ. മിക്കിയെ വിളിച്ചോണ്ട് വരട്ടെ. എന്നാ ഓക്കേതാ. ഓക്കെ ആണ്ട വന്ന് എനിക്ക് കണ്ട സ്നേഹം കണ്ട് യൂത്തുണ്ടോ ഇന്റെ ആ താഴെ ഇരിക്കേ. സിറ്റ് താഴെ വേണമെങ്കിൽ പോവാ. താഴെ ചുറ്റാ നോക്കാൻ വെക്കാത്തൊരു പപ്പയെ കാണിച്ചു കൊടുക്ക്. ഇക്കി
പറ. സിറ്റ് സിറ്റ് മിക്കി സിറ്റ് 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 എന്ന് പറ. സാറ്റ് കളിക്ക. കൈ കെട്ടി നിൽക്കാൻ പറയുന്നു കാണിച്ചു കൊടുക്കുന്നു മിക്കിക്ക്. അവളെ മിക്കിയെ കൈ കെട്ടി നിൽക്കാൻ കാണിച്ചു കൊടുക്കുന്നു. ആ സിറ്റ് സിറ്റ്. പോ. മിക്കി പപ്പയുടെ ആണേ. അയ്യോ അടിക്കണ്ടെങ്കിൽ അയ്യോ ആ അപ്പൂച്ച എടുത്ത് പറഞ്ഞു കൊടുക്കൂന്ന് കേട്ടോ. അപ്പുറത്ത് പോവാന്നല്ല, അപ്പൂച്ചയോട് പറഞ്ഞു കൊടുക്കുന്നാ പറഞ്ഞ കാണിച്ച്. ആ വഴക്കിടുന്നുണ്ട് വഴക്കിടുന്നു. ചെവിയിലൊക്കെ പിടിക്കാതെ കള്ളം വാക്കര്. ആ മതി മതി മതി. നീ എവിടെ കൊണ്ടുപോവാ മിക്കീനെ? ആറ്റായോ മാമാന്ന് വിളിച്ച് കൊണ്ടുപോകത്തോട്ടെ. കണ്ടോ 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 കണ്ടോ. അവക്കറിയാവേ. അയ്യോ കണ്ടോ മാമാ മാമാന്ന് പറഞ്ഞു കൊണ്ട് വിളിച്ചുണ്ട്. അയ്യോ അപ്പൂസേ അപ്പുമാനെ ഇത് നോക്കിക്കേ. വാ 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 നമ്മൾ നാത്തോണ്ട് എടുക്കൊണ്ട് വന്നയാ. മിക്കി അവൾ ഓടിയടാ. പാവുണ്ട് അത് വാലാട്ടായിട്ട് എന്താ ഇവിടെ? എന്റെ മൂക്ക് ഉമ്മ വെച്ച് പരിക്കുക. വാലന്റൈൻസ് ഡേ ആയിട്ട് അച്ഛക്ക് ഉമ്മ കൊടുക്കുവാണോ? ആണോ? I love you. 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 I love you so much. So much. ചേച്ചിനെ ഇഷ്ടം. എനിക്ക് ചേച്ചിനെ എനിക്ക് എന്റെ അമ്മീനെ ഇഷ്ടമേ. അല്ല അമ്മീനെ ഒന്നുമല്ല ഇഷ്ടം. രണ്ടുപേരെ വലിയ ഇഷ്ടം. എന്നെ ഇഷ്ടം, കുഞ്ചമ്മേനെ ഇഷ്ടം. രണ്ടുപേരെ ഇഷ്ടം അല്ല. അയ്യോ എന്റെ ഉമ്മ എടുത്തോണ്ട് പോകുന്നത്. എനിക്ക് അന്ന് ഉമ്മ കടിച്ചെടുത്തോണ്ട് പോകുന്നത്. I love you. Love you. I love you. I love you. കാണണം. എന്റെ 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 അയ്യോ അയ്യോ ഇപ്പൊ എന്റെ ആമി വരും. ആ ഞങ്ങളുടെ ആമി വരും. വാടും. ഞങ്ങളുടെ ആമി പൊന്നു വരും. ഇത്ര നേരം ഇവിടെ തകർക്കല്ലായിരുന്നു. നിന്റെ കഴിഞ്ഞു, നിന്റെ സമയം കഴിഞ്ഞു. 3 മണി വരെ ഉള്ളു നിന്റെ സമയം. ചത്തില്ലേ? നീ അങ്ങനെയാണ് അമ്മായിയോട് ഇന്ന് വഴക്കുണ്ടാക്കിയേ രാവിലെ? മുടിയെല്ലാം മരിച്ച് പെണ്ണോട്ടിടുന്നു. എന്നോട് ചോദിച്ചേ എല്ലാരും
സാറ്റേന്ന് പറ അച്ഛനെ. കൈ മാറ്റിയെന്നെ ഇപ്പൊ മോന്ത് കറക്കുറ്റി പൊട്ടിയ. വാവ വന്ന് ഓടി വാ. ഇവിടെ വന്നിക്ക്. തോന്നു വെക്കണേ, ഇവിടെ വന്നിക്ക്. അവള് വന്നടഞ്ഞ് മിക്ക അവിടെ കിടന്നേ കണ്ടോ? പേടിപ്പിക്കുന്നതാണല്ലോ. കണ്ണ പേടിയാണ്. ചേച്ചി ഓടി ചെന്ന് തോന്ന് പേടിപ്പിക്കട്ടോ. തോന്ന് വെക്ക്. വന്നാണ് അവക്കട്ട് അടിക്കാതെ. നീ എവിടെ എച്ചുമോന്റെ മിക്കിനെയാണ് നീ ഇപ്പൊ വടിയെടുത്ത് പേടിപ്പിക്കാൻ പോയേ. ആ അവളും മിക്കും കൂടെ മിക്കി ഞങ്ങളതൊക്കെ കണ്ട്. മിക്കി അവളും ചക്കര. ആ മിക്കി എന്നെ കാണിക്കാൻ പോവാ. കണ്ട പോന്നു. ഇവരുണ്ട്. ആ മിക്കിയുടെ മുടി ചെയ്യാൻ പോന്നു. എന്നതിനാ മിക്കി അടിക്കുന്നേ? ചേട്ടാ വാന്ന് പറഞ്ഞിട്ട് അകത്ത് കൊണ്ടുവന്നു മിക്കീനെ. പൂച്ചയുടെ പൊന്നിപ്പം വരുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പഴേ വേണ്ട അച്ചയുടെ പൊന്നു വന്നു. അച്ചയുടെ പൊന്ന് അച്ചയുടെ പൊന്നാന്ന് മാവ. അയ്യോ അച്ഛ പാക്കിലൊക്കെ കൊണ്ടുപോകും. അപ്പൂസെന്നെ ചിരിച്ചോണ്ടിരിക്കുന്ന അപ്പൂസിനെ പ്രതീക്ഷിക്കുന്നതിൽ ഭാഗ്യമുണ്ടെന്ന് മനസ്സിലാണോന്ന് ഇരിക്കുന്നതാണേ. കണ്ടോ, ഞാൻ വന്നിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായി കാഴ്ചക്ക്. ഇതിങ്ങനെ പിടിക്കുവോ? അല്ല വേണ്ട, അല്ല നീ ഇങ്ങനെ അവിടെ ഇരുന്നോ കേട്ടോ. കണ്ണടച്ചിരിക്കുവേ. അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. കണ്ണടച്ച് തല തെരിച്ചരിച്ച് വെക്കുക. അങ്ങനെ ഇരിക്കണേ. ഞാൻ എടുക്കട്ടെ. നോക്കല്ലേ. നോക്കല്ലേ. കണ്ണ് തുറക്ക. ഐ ലവ് യു. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇതാണ് ഇടുക്കിയിൽ വഴിയിൽ ഏതാണെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് ആന്നല്ലോ കൊച്ചിനത് വിലയുള്ള ചെടിയാ. ഞാൻ പറഞ്ഞു ഇതുപോലെ സാമ്യമുള്ളതാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ പാക്കിങ്? ആയിട്ട് എന്ത് തോന്നുന്നു? ആ പാക്കിങ് ആര് ചെയ്യാനാ ചാൻസ് ഉള്ളത്? ചേട്ടായി ഇതേക്കുന്നത് അതെ അല്ലേ? നല്ല ഭംഗിയുണ്ട്. ആ പിന്നെ വാലന്റൈൻസ് ഡേ അല്ലേ? അപ്പൂച്ചയ്ക്ക് ഒരെണ്ണം വെച്ച് കൊടുക്ക്. മോൻ ഒരെണ്ണം കൊടുക്കണം, എച്ചുമോൻ ഒരെണ്ണം കൊടുക്കണം. ഓക്കെ. താങ്ക് യു. അയ്യോ നാണം വന്ന് ആമയ്ക്ക് നാണം വന്ന് ആമി മുട്ട കുത്തി അവർക്ക് കൊടുക്കുന്നത്. മോൻ അത് ചേച്ചിമ്മയ്ക്ക് കൊടുക്ക്. ചേച്ചിക്കുട്ട അച്ഛ വേറെ തരും. ചേച്ചിക്ക് കൊടുക്കത്. അവള് പോവും അതുമായിട്ട്.
എച്ചിക്കുട്ടൻ പറയുന്നില്ല ഐ ലവ് യു. ആ അച്ചിക്ക് കൊടുക്ക ഐ ലവ് യു പറഞ്ഞ. താത്ത എല്ലാരും തരാം, എല്ലാരും വാ, എല്ലാരും തരാം. അവിടെ ഉമ്മ കൊടുക്ക, അമ്മയ്ക്ക് ഉമ്മ കൊടുക്ക. എല്ലാരും നമ്മുടെ എത്രാമത്തെ വാലന്റൈൻസ് ഡേ ഇപ്പൊ? ഇപ്പൊ അഞ്ചാമത്തെ. അഞ്ചാമത്തെ അഞ്ചല്ല, ആ 7ാമത്തെ എണ്ണുണ്ട്. ഒരു പ്രാവശ്യത്തെ ഓർക്കുന്നുണ്ട് എനിക്ക് ഇൻസിഞ്ചേട്ടനെ, അല്ല ഇൻസിഞ്ചേട്ടനെ കൊണ്ടല്ല, റിജിലിയേട്ടനെ കൊണ്ട് ഞാൻ ഗിഫ്റ്റ് ചെയ്യിച്ചു. ഇത് ചേട്ടനെ കൊണ്ട് ഞാൻ രാവിലെ വാങ്ങിപ്പിച്ചാണ് കേട്ടോ. ചേട്ടനെ വാങ്ങിപ്പിച്ചിട്ട് ചേട്ടായി അത് ഇങ്ങനെ വെച്ചു. അവളുമാർക്ക് കൊടുത്തന്നെ ബാക്കി ഇതിനകത്ത്. നല്ല രസമുണ്ട് കേട്ടോ. ചേട്ടാ ഇത് സെപ്പറേറ്റ് പൂ മേടിച്ചുണ്ടാക്കിയാ നല്ല രസമുണ്ട്. എന്നാ ഇതിനകത്ത് തന്നെ വെച്ചേക്കട്ടെ അച്ഛാ, സൂക്ഷിച്ചു വെക്കാം. ഇത് തന്നെ വെക്കട്ടെ. ലച്ചൂട്ടി ഏതാ? നല്ല കൊച്ചാ, അതാണ് ഉദ്ദേശിച്ചത്. മിടിക്കല്ലേ സ്കൂളിൽ പോകുന്ന ഒരു മടിയില്ലാതെ പോകുന്ന ഒരു കുന്നാണ്. എപ്പോഴതിന് മടി ഇട്ടത്? എണ്ണീക്കാനുള്ള മടിയുള്ളൂ, അല്ല സ്കൂളിൽ പോകാൻ മടിയില്ല. മോനെ സ്കൂളിൽ പോകാൻ മടിയുണ്ടോ മോനെ? ഇല്ലല്ലോ, ഇന്നും സന്തോഷം. എച്ചിക്കുട്ടാ പൂ ഇവിടെ കൊണ്ടുവന്നേ, ചില കൊണ്ട് കൊടുക്ക. ഐ ലവ് യു പറയണേ. ഐ ലവ് യു മോനും ചെല്ലും. ഐ ലവ് യു പറയണേ. അമ്മായിക്ക് കൊടുത്തിട്ട് ഐ ലവ് യു എന്ന് പറ. അമ്മായിക്ക് കൊണ്ട് ഇത് ചോറ്, ലച്ചിനുള്ള ചോറ് കൊടുക്ക്. അമ്മായിക്ക് കൊടുക്ക്. അമ്മായിക്ക് കൊടുത്തിട്ട് ഐ ലവ് യു പറ. ആ അണ്ടേ കണ്ടോ കുഞ്ഞ് ഐ ലവ് യു പറയുന്നുണ്ട്. വാട പറ്റത്തില്ല, വാട. ഓക്കെ, മാമായിക്ക് കൊണ്ട് കൊടുക്കിനി. മാമയുടെ ലൈറ്റ് ഇട്ടേട്ടെ, ലൈറ്റ് ഇട്ടേട്ടെ. ആ അണ്ട ഐ ലവ് യു കൊണ്ട് കൊടുക്ക്. അവന് വാലന്റൈൻസ് ഡേ ഇല്ല. ഈ വർത്തമീനുമായിട്ട് ചേരും കേട്ടോ. അയ്യോ പോയി കുളിക്ക് ചെല്ലും. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എന്നോട് ഇത്തിരി റൊമാൻറ്റിക് ആവാൻ പറഞ്ഞു കേട്ടോ. ഓൾവേസ് റൊമാൻറ്റിക് ആയതുകൊണ്ട് പിന്നെ റൊമാൻറ്റിക് ആവേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ക്യാമറയുടെ മുന്നേ റൊമാൻറ്റിക് ആവാൻ പറ്റൂല കേട്ടോ. നേരത്തെ ടിക്ടോക്കിൽ പറ്റുമായിരുന്നു. അപ്പൊ കുഞ്ഞൂസിന്റെ ഗിഫ്റ്റ് കിട്ടി. ഇനിയിപ്പം എന്റെ ഗിഫ്റ്റാണ് കേട്ടോ, അതാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അത് സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഇത് സ്പെഷ്യലായിരുന്നു, അടുത്ത സ്പെഷ്യലാണ് കേട്ടോ. അപ്പൊ ഇത് ഇനി ഇത് കഴിയുമ്പോൾ കാണാം കേട്ടോ. ഇന്ന് വാലന്റൈൻസ് ഡേ ആഘോഷിച്ച എല്ലാ പ്രണയ ജോഡികൾക്കും ഒരുപാട് കാലം ഇതേപോലെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ. ഇപ്പൊ ഞങ്ങൾക്ക് 2 കുഞ്ഞോമനകളും വന്നു. നമ്മൾ പണ്ട് വാലന്റൈനായിട്ട് നടന്നു, ഇപ്പൊ അതിനപ്പുറത്തെ വലിയ വാലന്റൈനായിട്ട് നടക്കുന്നത്. എന്നും ഈ പ്രണയം ഉള്ളിലുണ്ടാവും. എല്ലാരും പറയും പ്രണയം മരിക്കും, പ്രണയം കല്യാണം കഴിയുമ്പോൾ കാണത്തില്ല എന്നൊക്കെ. പക്ഷെ അതൊക്കെ ചുമ്മാ കുറെ നമ്മൾ കൂടുതൽ അടുക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും റെസ്ട്രിക്ഷൻസ് ഒക്കെ ആകും. പക്ഷെ രസമാണ് കുറെ കാര്യങ്ങൾ. ഇപ്പം ഉത്തരവാദിത്തം വരുമ്പോ കുറെ കാര്യങ്ങൾ, അതെ അതെ, നമുക്ക് വേണ്ടാന്ന് പറയാൻ തോന്നുന്ന കുറെ കാര്യങ്ങൾ, നമുക്ക് ജീവിതത്തിലെ മോശം
ആണ് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവത്തില്ലെന്ന് ആകുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പം ഞാൻ നേരത്തെ ബിയർ അടിക്കുമായിരുന്നു നല്ല പോലെ. അപ്പോൾ അതിനകത്തെല്ലാം നല്ല റെസ്ട്രിക്ഷൻസ് ആയതുകൊണ്ട് മന്ത്ലി 1 അങ്ങനത്തെ ഇതൊക്കെ. കാരണം അത് നമ്മൾ സ്നേഹത്തോടെ അംഗീകരിക്കുന്ന കുറേ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം അത് ശരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വൈഫ് പറയുന്ന കേൾക്കണം. എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് അല്ലാതെ വേറെ കേൾക്കുമ്പോൾ നമുക്ക് നല്ലതെന്ന് നമ്മുടെ ഭാവിക്ക് നല്ലതാണ് മുന്നോട്ട് തോന്നുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സക്സസ് ആവുന്നല്ലേ. അതെ. അപ്പം കൂടുതൽ ഇങ്ങനെ പ്രണയിച്ച് ജീവിക്കാനായിട്ട് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞിസിനുള്ള ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഓക്കെ.